സ്വർഗീയ രാജാവെഴുന്നള്ളുന്നു, സ്വർഗീയ വൃന്ദങ്ങൾ അണിചേരുന്നു. തിരുവോസ്തിയിൽ കൂദാശയിൽ ജീവന്റെ നാഥനെഴുന്നള്ളുന്നു. സ്വർഗീയ രാജാവെഴുന്നള്ളുന്നു, സ്വർഗീയ വൃന്ദങ്ങൾ അണിചേരുന്നു. തിരുവോസ്തിയിൽ കൂദാശയിൽ ജീവന്റെ നാഥനെഴുന്നള്ളുന്നു. ഭക്ത്യാവണങ്ങിടുവിൻ, സാഷ്ടാംഗമേണിടുവിൻ. ജീവന്റെ അപ്പമായി ആത്മാവിൻ ഭോജ്യമായി ഈശോ എഴുന്നള്ളുന്നു. ഭക്ത്യാവണങ്ങിടുവിൻ, സാഷ്ടാംഗമേണിടുവിൻ. ജീവന്റെ അപ്പമായി ആത്മാവിൻ ഭോജ്യമായി ഈശോ എഴുന്നള്ളുന്നു. ദിവ്യകാരുണ്യനാഥ, ജീവിക്കും ദൈവപുത്ര, പറ്റാത്ത സ്നേഹമായി സ്വർഗീയ മന്നയായി ഞങ്ങളിൽ ജീവിച്ചാലും ജീവിക്കും ദൈവപുത്ര, പറ്റാത്ത സ്നേഹമായി സ്വർഗീയ മന്നയ ഞങ്ങളിൽ ജീവിച്ചാലും. ഭക്ത്യാവണങ്ങിടുവിൻ, സാഷ്ടാംഗമേണിടുവിൻ. ജീവന്റെ അപ്പമായി ആത്മാവിൻ ഭോജ്യമായി ഈശോ എഴുന്നള്ളുന്നു. ഭക്ത്യാവണങ്ങിടുവിൻ, സാഷ്ടാംഗമേണിടുവിൻ. ജീവന്റെ അപ്പമായി ആത്മാവിൻ ഭോജ്യമായി ഈശോ എഴുന്നള്ളുന്നു. പ്രിയ സഹോദരങ്ങളെ, ഫാത്തിമയിൽ പരിശുദ്ധ ദൈവമാതാവ് ആ 3 പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ഒരു മാലാഖ കയ്യിൽ കാസയും പീലാസയുമായി പ്രത്യക്ഷപ്പെട്ടു. കാസയിലെ തിരുവോസ്തിയും പീലാസയിലെ ഈശോയുടെ വിശുദ്ധ കുർബാനയുമായി അവിടുന്ന് ആ പിഞ്ചു ശിശുക്കൾക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കാസയും പീലസയും തിരുവോസ്തിയും തിരുരക്തവും അങ്ങനെ വായുവിൽ നിർത്തിയിട്ട് ആ മാലാഖ കുമ്പിട്ടു. നമ്മളുടെ തോമാസ് ലീഹായുടെ വിശ്വാസം, നമ്മൾ കാലാകാലങ്ങളായി പറയുന്ന ആ വാക്ക്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ആ മാലാഖ ഉറക്കെ വിളിച്ചു. കുമ്പിട്ടുകൊണ്ട്
മാലാഖ ഇങ്ങനെ പറയുകയുണ്ടായി, 3 സുഹൃതങ്ങൾ. ഓ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു, ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങയെ അത്യധികമായി ആരാധിക്കുന്നു. വീണ്ടും കുമ്പിട്ടുകൊണ്ട് ശിരസ് നമിച്ചുകൊണ്ട് പറഞ്ഞു, ഓ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അങ്ങിൽ വിശ്വസിക്കാത്ത, അങ്ങിൽ ആശ്രയിക്കാത്ത, അങ്ങയെ സ്നേഹിക്കാത്ത, അങ്ങയെ ആരാധിക്കാത്ത ഞങ്ങളുടെ സഹോദരങ്ങൾക്കായി ഞങ്ങൾ മാപ്പ് പറയുന്നു. ലൂസിയ, ജസിന്ത, ഫ്രാൻചെസ്കോ, 8ഉം 10ഉം വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഇങ്ങനെ തന്നെ ആവർത്തിച്ചു മുട്ടിൽ നിന്നുകൊണ്ട്. നമുക്കും ഈ വചനം ആവർത്തിക്കാൻ സഹോദരങ്ങളെ. ഫാത്തിമയിലെ മാലാഖ നമ്മളെ ആരാധിക്കാൻ പഠിപ്പിച്ചു. വായുവിൽ ഈശോയെ നിർത്തിക്കൊണ്ട് മാലാഖ വിളിച്ചു പറയുകയാണ്, ഓ എൻ്റെ കർത്താവേ, ഓ എൻ്റെ ദൈവമേ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഓ എൻ്റെ കർത്താവേ, ഓ എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അങ്ങിൽ വിശ്വസിക്കാത്ത, അങ്ങയുടെ തിരുസാന്നിധ്യത്തിൽ വിശ്വസിക്കാത്ത, അങ്ങിൽ ആശ്രയിക്കാത്ത, അങ്ങയെ സ്നേഹിക്കാത്ത, അങ്ങയെ ആരാധിക്കാത്ത എൻ്റെ സഹോദരങ്ങൾക്കായി ഞാൻ അങ്ങയോട് മാപ്പ് പറയുന്നു. ഓ എൻ്റെ കർത്താവേ, ഓ എൻ്റെ ദൈവമേ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. നമുക്ക് നമ്മുടെ മനസ്സിനോടൊന്ന് ചോദിക്കാം, ഇതൊരു വസ്തുവല്ല, ഒരു വ്യക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുവോ? ഈശോ തിരുവചനത്തിൽ പറഞ്ഞ ആ വാക്യം ഞാൻ വിശ്വസിക്കുന്നുവോ? ഈ മാലാഖ പറഞ്ഞ ഈ സന്ദേശം ഞാൻ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ പറയുമ്പോൾ യേശുവെന്ന ഒരു വ്യക്തിയെ ഈ അൾത്താരയിൽ ഞാൻ കാണുന്നുണ്ടോ? ദിവ്യകാരുണ്യം, ഡിവൈൻ മേഴ്സി, ഇതൊരു ഇമേജായിട്ട്, ഒരു വ്യക്തിയായിട്ട് ഞാൻ കാണുന്നുണ്ടോ എന്ന് നമുക്ക് നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കാം. സഹോദരങ്ങളെ, നമ്മൾ ഈ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ബെഡിലേക്ക് അല്ലെ കാറിലേക്ക് ചെല്ലുമ്പോൾ
കാറിനകത്തോ നമ്മുടെ ബെഡിലോ ഈശോ എഴുന്നേറ്റ് നിൽക്കുന്നതായി നമ്മളൊന്ന് കണ്ടാൽ നമ്മൾക്ക് എന്തായിരിക്കും സംഭവിക്കുക? ഞാൻ അപ്രകാരം എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ഈശോയെ ഈ അൾത്താരയിൽ എൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് കാണുന്നുണ്ടോ? വചനം സത്യമാണ്, തിരുവചനം അങ്ങനെ പറയുന്നു. ആ വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ ഒരിക്കൽ കൊണ്ട് ഉത്തമഗീതം 1-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: നിന്റെ അരുമ മണവാളൻ നിന്റെ അധരത്തെ ചുംബിക്കുന്നത് ഈ വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ അധരത്തിലേക്ക് വരുമ്പോഴാണ്. മണവാളൻ്റെ ചുംബനമേക്കുന്ന ക്രിസ്ത്യാനികൾ, മണവാളനെ ഉദരത്തിൽ സ്വീകരിക്കുന്ന മറിയാമിന് സാദൃശ്യമുള്ള ക്രിസ്ത്യാനി, ഈ യേശുവിനെ വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരിക്കൽ കൂടെ പറയാം: എൻ്റെ യേശുവേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. എൻ്റെ യേശുവേ, എൻ്റെ ആരാധന വർദ്ധിപ്പിക്കണമേ. എൻ്റെ യേശുവേ, എൻ്റെ ആശ്രയം വർദ്ധിപ്പിക്കണമേ. ദിവ്യകാരുണ്യത്തിൽ വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ ഈശോ പറഞ്ഞു, ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം മനുഷ്യൻ പറയുന്നത് യേശുവേ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു എന്ന് പറയുമ്പോഴാണ്. ഐ ട്രസ്റ്റ് ഇൻ യു ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു, ഞാൻ അങ്ങിൽ പ്രത്യാശിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് ഒരു വ്യക്തി പറയുമ്പോഴാണ് നമുക്ക് പറയാം: യേശുവേ, എൻ്റെ അവിശ്വാസം പരിഹരിക്കണമേ, എൻ്റെ ആശ്രയം വർദ്ധിപ്പിക്കണമേ, എൻ്റെ സ്നേഹവും ആരാധനയും വർദ്ധിപ്പിക്കണമേ. നമുക്ക് വ്യക്തിപരമായിട്ട് ഒരു തീരുമാനമെടുക്കാം. ഇന്ന് മുതൽ ഒരു കവി പാടി, മുല്ലപ്പൂവിൻ്റെ പൂമ്പൊടിയേറ്റ് കിടക്കുന്ന ഒരു കല്ലിനും അതിൻ്റേതായ സൗരഭ്യം. ക്രിസ്ത്യാനി തൻ്റെ നാഥൻ്റെ കാൽ കീഴിൽ ആരാധനയിൽ നിൽക്കുമ്പോൾ അവൻ ആരുടെ സൗരഭ്യമാണ്? അവൻ ആരുടെ ഛായയാണ്? മോശ കണ്ടവനെ നമ്മൾ കാണുന്നു, മോശ മുഖം മറച്ചവനെ നമ്മൾ നോക്കുന്നു. ഒരു വിശുദ്ധൻ ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾക്ക് ഒരു മാലാഖയുടെ കണ്ണുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ മരിച്ചു വീഴുമായിരുന്നു. അത്യുന്നതനായ ദൈവത്തെ അൾത്താരയിൽ ഈ ബലിവേദിയിൽ കണ്ടുകൊണ്ട് ഭയന്ന് വിറയ്ക്കുമായിരുന്നു. നമ്മൾ മരിച്ചേക്കാം. സഹോദരങ്ങളെ, നമ്മുടെ ദൈവം സത്യമായും ഒളിഞ്ഞിരിക്കുന്ന ദൈവമാണെന്ന് ഐസയ പ്രവചനത്തിലൂടെ പറയുന്നു. നമ്മൾ വിശ്വസിക്കണം, നമ്മൾ ആശ്രയിക്കണം, നമ്മൾ ഈ യേശുവിനെ സ്നേഹിക്കണം, നമ്മൾ ഈ യേശുവിനെ ആരാധിക്കണം. ഒരിക്കൽ കൂടെ നമ്മൾ പാടാം: യേശുവേ, ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു. 2 ലൈൻ ആരാധിക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ, രക്ഷകാ, കർത്താവേ, നാഥനേ. യേശുവേ, രക്ഷകാ, കർത്താവേ, നാഥനേ. നീ സൃഷ്ടാവാണെന്നും നീ പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ സൃഷ്ടാവാണെന്നും നീ പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ, രക്ഷകാ, കർത്താവേ, നാഥനേ. യേശുവേ, യേശുവേ, രക്ഷകാ, കർത്താവേ, നാഥനേ. യേശുവേ, രക്ഷകാ, കർത്താവേ,
ഒരു കന്യകയായ മനുഷ്യ സ്ത്രീയുടെ ഉദരത്തിൽ വചനം മാംസമായി 9 മാസം അധിവസിച്ച സകല ചരാചര സൃഷ്ടിതാവ് ഇതാ നമ്മോടൊപ്പം. അപ്പൽക്കൂട്ടിൽ പിറന്നു വീണ ആ അത്ഭുത ശിശു പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊഴുത്തിൽ കിടന്ന അപ്രതീക്ഷിതമായി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നവജാത ശിശു, ലോകം മുഴുവനുമുള്ള സന്തോഷത്തിൻ്റെ മാലാഖ, അവിടുന്ന് വിശേഷിപ്പിച്ച സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഇന്ന് ഈ അൾത്താരയിൽ. അന്ന് 30 വർഷത്തോളം മാതാപിതാക്കൾക്ക് അനുസരിച്ച് ജീവിച്ച ഈശോ, 3 വർഷം പരസ്യജീവിതം നടത്തിയ ഈശോ, 3 ആണിയിൽ രാവിലെ 9 മണി മുതൽ 3 മണി വരെ ജീവനോടെ കിടന്ന് 7 വചനം സംസാരിച്ച ഈശോ, മരിച്ച് അടക്കപ്പെട്ട ഈശോ, ഉദ്ധിതനായ ഈശോ, ശിഷ്യന്മാരോട് വീണ്ടും 40 ദിവസം ഭക്ഷിക്കുകയും കൂടെ ഭക്ഷിക്കുകയും കൂടെ നടക്കുകയും അവരാരാധിക്കുകയും ചെയ്ത ദൈവപുത്രൻ, മനുഷ്യപുത്രൻ, ഉദ്ധിതനായവൻ ഇതാ നമ്മുടെ മുമ്പിൽ. സഹോദരങ്ങളെ, സ്വർഗാരോഹണം ചെയ്തവനും ഇനിയും വരാനിരിക്കുന്നവനും ഇതാ നമ്മുടെ മുമ്പിൽ. ആയവനും ആയിരിക്കുന്നവനും മുഴുവനുമായവൻ, ആൽഫയും ഒമേഗയുമായവൻ ഇതാ നമ്മുടെ മുമ്പിൽ. സഹോദരങ്ങളെ, ഈ ദൈവം മരിച്ചപ്പോൾ അരിമത്യ ജോസഫ് വിലയ്ക്ക് വാങ്ങി, കല്ലറ വാങ്ങി. ഈ ശവശരീരം ആ നിക്കോദിമോസിനോടും അരിമത്യ ജോസഫിനോടും ചേർന്ന് യോഹന്നാനും സ്ത്രീകളും വിലപിച്ചുകൊണ്ട് ആ ശവസംസ്കാര വേളയിലെ വിലാപയാത്ര നടത്തുമ്പോൾ അവിടെയും മാലാഖ ഉന്നതങ്ങളിൽ നിന്ന് പാടി, ദൈവമേ നീ പരിശുദ്ധനാകുന്നുവെന്ന്, ബലവാനേ നീ പരിശുദ്ധനാകുന്നുവെന്ന്, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നുവെന്ന്. അപ്പം യൗസേപ്പും നിക്കോദിമോസും സ്ത്രീകളും ഇങ്ങനെ ഏറ്റുപാടി, ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തൂങ്ങപ്പെട്ടവനെ, മരിച്ചവനെ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന്. കിഴക്കിൻ്റെ മലങ്കര സഭ, മലങ്കര സുറിയാനി സഭ ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കും. ഓരോ പ്രാർത്ഥനയിലും, പ്രഭാതത്തിലും ഉച്ചയ്ക്കും വൈകിട്ടും, വിശുദ്ധ കുമ്പസാരത്തിനും മുമ്പും പിമ്പും, എന്തിനേറെ കുർബാനയും തുടക്കം ഇങ്ങനെ തന്നെ. 3-ാം സെഞ്ചുറി തുടങ്ങുമ്പോൾ വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക് ഈശോ ദിവികാരണത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇതാ വെസ്റ്റേൺ സഭയോട് ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പരിശുദ്ധനായ ദൈവമേ, അമർത്യനായ ദൈവമേ, ബലവാനായ ദൈവമേ എന്ന് 3 ആവർത്തി അവിടുത്തെ പരിശുദ്ധിയെക്കുറിച്ച് ഉദ്ഘോഷിക്കണമെന്നും നീ വിളിച്ചു പറയണമെന്നും. കാരണം നിന്റെ ശാപം മാറും, നിന്റെ ഭവനത്തിൻ്റെ ശാപം മാറും. പോളണ്ട് എന്ന ദേശത്തിന് വേണ്ടി ദൈവമൊരുക്കിയ ശാപം, കമ്മ്യൂണിസം മൂലം വരാൻ പോകുന്ന ശാപം മാറേണ്ടതിന് മകളെ നീ 3 പ്രാവശ്യം 3 മണിക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. നീ പരിശുദ്ധനാണ്, നീ ബലവാനാണ്, നീ അമർത്യനാണ്, എനിക്ക് വേണ്ടി മരിച്ചവനും ഉദ്ധിതനുമാണ്. നമുക്ക് കായിക സംഘത്തോട് ചേർന്ന്, എല്ലാ സഭയോടും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ നീ
ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആരാധിക്കുമ്പോൾ വിടുതല്. പൗലോസും ശീലാസും ആരാധിച്ചപ്പോൾ, തൻ്റെ ചങ്ങലകൾ കൊട്ടി ആരാധിച്ചപ്പോൾ പാറാവുകാരൻ മയങ്ങി വീണു, ജയിലറ തുറന്നു, ചങ്ങലകൾ മുറിഞ്ഞു വീണു. സഹോദരങ്ങളെ, ബന്ധനങ്ങൾ അഴിയുന്നത് ആരാധിക്കുമ്പോഴാണ്. ആരാധിക്കുന്നവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ആരാധിക്കുമ്പോൾ വിടുതലുണ്ടാകുന്നു, രോഗം മാറുന്നു, ദീർഘായുസ് നൽകുന്നു, ഗർഭഛിദ്രം ഇല്ലാതാകുന്നു, വന്ധ്യത മാറപ്പെടുന്നു. ആരാധിക്കണം. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ആരാധിക്കാനായിട്ടാണ്, സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കുവാനും വേണ്ടിയിട്ടാണ്. ഇതാ സ്നേഹം, ഇതാ സ്നേഹം, അവതരിച്ച സ്നേഹം നമ്മുടെ മുമ്പിൽ. 2000 വർഷം സ്നേഹത്തിൽ തടങ്കലിലായവൻ, നമ്മളെ ഉറ്റുനോക്കുന്ന നമ്മുടെ ദൈവം ഇതാ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമ്മൾ ആരാധിക്കണം, നമ്മൾ സ്നേഹിക്കണം. ഈശോയെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം, നമുക്ക് നന്ദി പറയാം, സകലതലം നന്ദി പറയാമെന്ന്. ഇപ്പോൾ നമ്മൾ സൗഖ്യത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് കയറാൻ പോവുകയാണ്. നമ്മുടെ രോഗങ്ങളെ, നമ്മുടെ പ്രതിസന്ധികളെ, നമ്മളെ ഭയപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളെയും ഈശോയുടെ മുമ്പിലേക്ക് നമ്മൾ സമർപ്പിക്കാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ ഇതാ ഈശോ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ക്ഷമിക്കണമെന്ന്. നമ്മളെ ഉപദ്രവിച്ചവരെ ഇതിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മളെ പീഡിപ്പിച്ചവരെ ഒരു അനുഗ്രഹമായി അവരെ അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ സമർപ്പിക്കുകയാണ്. ക്രൂശിതൻ്റെ മനോഭാവം നമ്മൾക്കുണ്ടാവാൻ പോവുകയാണ്. സഹോദരങ്ങളെ, നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചവരെ, നമ്മളെ പീഡിപ്പിച്ചവരെ അനുഗ്രഹിക്കുമ്പോൾ നീ ദൈവത്തിൻ്റെ മകളാകും, മകനാകുമെന്ന് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-45 തിരുവചനങ്ങൾ നമ്മളെ ഓർപ്പിക്കുന്നു. നമ്മൾ കൊണ്ടുവരുമ്പോൾ, അവരെ അനുഗ്രഹിക്കുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കും. സേഫാനോസിന് മുമ്പിൽ എന്നതുപോലെ ഇതാ ദൈവം എഴുന്നേറ്റ് നിൽക്കും, ക്രിസ്തു എഴുന്നേറ്റ് നിൽക്കും. ഇപ്പോൾ നമ്മൾ ഉപദ്രവിച്ച വ്യക്തികളെ അല്ല, കല്ലേറുകൊണ്ട് സ്തേഫാനോസ് ഈശോയെ കണ്ടതുപോലെ എഴുന്നേറ്റ് നിൽക്കുന്ന ക്രിസ്തുവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ രോഗങ്ങളെ, പ്രതിസന്ധികളെ, ഭയപ്പെടുത്തുന്ന അവസ്ഥകളെ, പർവ്വതങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ക്യാൻസറിനെ സമർപ്പിക്കാം. ഇതാ 8-9 പ്രാവശ്യം സർജറി ചെയ്തിട്ടും ഭയന്നിരിക്കുന്നവരെ ഇതാ ദൈവം കാണിച്ചു തരുന്നു. ആ ഭയത്തെ സമർപ്പിക്കാം. ഇനി നിനക്ക് ശസ്ത്രക്രിയ ചെയ്യേണ്ട വരില്ല. ഇതാ നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ മുമ്പിൽ നമ്മുടെ രോഗങ്ങളെ, നമ്മുടെ പ്രതിസന്ധികളെ, മക്കളെ, ജീവിത പങ്കാളിയെ, മദ്യപാനത്തെ, സാമ്പത്തിക മാന്ദ്യതയെ, അരിഷ്ടതകളെ, ഭയപ്പെടുത്തുന്ന ഓരോ അവസ്ഥകളെ നമുക്ക് സമർപ്പിക്കാം. സർവശക്തനായവൻ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, യേശുവേ, ഞാൻ അവരോട് ക്ഷമിക്കുന്നു. എൻ്റെ അസുഖത്തെ, എൻ്റെ രോഗത്തെ, എൻ്റെ ഭയത്തെ അവിടെ നിന്ന് ബഹിഷ്കരിക്കണമേ. സ്നേഹമെന്നിൽ നിർമ്മിക്കണമേ, സ്നേഹമെന്നിൽ നിറണമേ കർത്താവേ. ഇത് സ്വതന്ത്രമായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ സ്തുതിക്കാം, ആരാധിക്കാം. യേശുവെ ഞങ്ങൾ ആരാധിക്കുന്നു. ദീർഘായുസ് മരണനാസരായിരിക്കുന്നവരെ ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്നു. ഞങ്ങളത് വാങ്ങിപ്പോയവരെ നിന്റെ മുമ്പിൽ ഞങ്ങൾ ഒരിക്കലും കൂടെ കൊണ്ടുവരുന്നു. ഞങ്ങളുടെ രോഗികളെ കൊണ്ടുവരുന്നു, ഞങ്ങളുടെ അസുഖങ്ങളെ കൊണ്ടുവരുന്നു, ക്ഷമിക്കാൻ മേലാത്ത അവസ്ഥകളെ കൊണ്ടുവരുന്നു, പീഡിപ്പിക്കപ്പെട്ട അവസ്ഥകളെ, വ്യക്തികളെ, സാഹചര്യങ്ങളെ കൊണ്ടുവരുന്നു. ഞങ്ങളെ തന്നെ നിന്റെ മുമ്പിൽ പൂർണ്ണ
പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അബ്രഹാം ഇസ്ഹാക്കിനെ ബലിപീഠത്തിൽ സമർപ്പിച്ചതുപോലെ സമർപ്പിക്കപ്പെട്ടതിൻ്റെ മേൽ നമുക്കിനി അധികാരമില്ല. ദൈവത്തിന് പൂർണ്ണമായി നമ്മുടെ പൊന്നോമന പൈതലിനെ, ജീവിത പങ്കാളിയെ, മരണത്തിനായി കിടക്കുന്ന വ്യക്തികളെ ബലിപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഈശോയോട് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് സൗജന്യമായ രക്ഷ സ്വന്തമാക്കിക്കൊണ്ട് എൻ്റെ യേശുവേ, 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 യേശുവേ. ശക്തിയോടെ കരങ്ങൾ അടിച്ചുകൊണ്ട് നമുക്ക് പാടാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹിയ ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. ദേഹം ദേഹിയ ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ നല്ലവൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ നല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ നല്ലവൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ നല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. ചോദിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. ചോദിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. മുട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ പ്രാപിക്കാൻ എത്രയോ നന്മകൾ. മുട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ പ്രാപിക്കാൻ എത്രയോ നന്മകൾ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ നല്ലവൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ നല്ലവൻ. വിടുതൽ എന്നും പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ നല്ലവൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ നല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബൈബിളിൽ ആദ്യത്തെ വാഗ്ദാനം ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. നിനക്ക് ദീർഘായുസ് നൽകുന്ന ദൈവം. സങ്കീർത്തനം 99 പറയുന്നു, നിന്നെ വിടുവിക്കുന്ന ദൈവം, നിന്നെ ഉയർത്തുന്ന ദൈവം, നിന്നെ മഹത്വപ്പെടുത്തുന്ന ദൈവം, നിനക്ക് നിത്യായുസ് നൽകുന്ന ദൈവം എന്നാണ് സങ്കീർത്തനം 91 അവസാനം. ദീർഘായുസ് നൽകുന്ന ദൈവം, നിന്നെ ഉയർത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവം. സഹോദരങ്ങളെ, ഒരു പേനയുടെ വില, ഒരു ബാറ്റിൻ്റെ വില അത് ആരുപയോഗിച്ചു എന്നുള്ളതാണ്.
ഈശോ ഉപയോഗിച്ച വ്യക്തികൾക്ക് വലിയ മഹത്വം. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പേനയ്ക്ക് വലിയ വില. ആരോ അത് മോഷ്ടിച്ചപ്പോൾ ഭയങ്കര വാർത്തയായി. നമ്മളെ ഈശോ ഉപകരിക്കുമ്പോൾ നമുക്ക് എന്ത് വിലയാണ്, എന്ത് മൂല്യമാണുള്ളത്. എന്നാൽ പാപത്തിൽ നമുക്ക് നമ്മുടെ മൂല്യം നഷ്ടപ്പെട്ടു, നമ്മുടെ ഛായ നമുക്ക് നഷ്ടപ്പെട്ടു. കുംഭസാരത്തിലും ഈശോയും ആ ഛായ തിരിച്ചു തരുന്നു. സഹോദരങ്ങളെ, നമുക്ക് വന്ന് യേശുവുമായിട്ട് അനുരഞ്ജനപ്പെടാം. നമ്മുടെ പാപം രക്താംബരം പോലെ ചുമന്നതായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുന്നതിൻ്റെ അടുത്തേക്ക് നമുക്ക് വരാം. ഐസയ 1:18. വരുവീൻ നമുക്ക് രമ്യതപ്പെടാം. നിന്റെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും അവ ഹിമം പോലെ വെളുപ്പിക്കാം, കമ്പിളി പോലെ നിർമ്മലമാക്കും. ഇത് അനുസരിച്ചാൽ നീ രക്ഷ പ്രാപിക്കും, ഇല്ല നീ ധിക്കരിച്ചാൽ വാളിന് ഇരയാകുമെന്നുള്ള തിരുവചനം. സഹോദരങ്ങളെ, അനുസരണത്തോടെ നമുക്ക് മുമ്പ് വരാം. ഇത് കണ്ണിന് രോഗമുള്ളവരെ ഈശോ കാണിക്കുന്നു. കണ്ണിന് അസുഖമുള്ളവർ കണ്ണു തുറന്ന് ഈശോയെ നോക്കുക. കണ്ണിലൂടെ വന്ന സകല പാപത്തിനും ഈശോ മാത്രമാണ് പരിഹാരം. അവനെ നോക്കിയവർ പ്രകാശിതരായി എന്ന് തിരുവചനം പറയുന്നു. അന്ന് പിച്ചള സർപ്പത്തെ നോക്കിയവർ പാമ്പിൻ്റെ കടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇതാ ഉദ്ധിതനായവൻ കണ്ണു തുറന്ന് അവനെ കാണുക. നമുക്കൊരിക്കലും മറക്കാൻ മേലാത്ത നമ്മളെ ഭരിക്കുന്ന മ്ലേച്ഛതകളോരെ ദൈവം കാണിക്കുന്നു. ഈശോ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. കണ്ണു തുറന്ന് വിശുദ്ധ കുർബാനയെ നോക്കുക. മ്ലേച്ഛ ചിത്രങ്ങൾ കണ്ടത്, അശ്ലീലമായ പടങ്ങൾ കണ്ടത്, അശ്ലീലമായ പുസ്തകങ്ങൾ വായിച്ചത്, നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ അഡിക്ഷനായിട്ട് നമ്മളെ പാമ്പ് പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്ന ബന്ധിതരായവനെ ഇതാ ഉദ്ധിതനായവൻ മനുഷ്യപുത്രൻ സ്വതന്ത്രമാക്കുന്ന അവസരമാണിത്. ഉറക്ക ശ്രദ്ധിക്കുക, ഉറക്ക ശ്രദ്ധിക്കുക. കണ്ണു തുറന്ന് ഈശോയിലേക്ക്, ടിവിയിലേക്ക് നോക്കിക്കൊണ്ട് ഉറക്ക ശ്രദ്ധിക്കുക. ഇതാ കർത്താവിന്റെ കുരിശ്. ദുഷ്ടശക്തികളെ പാലായനം ചെയ്യുക, ദുഷ്ടശക്തികളെ പാലായനം ചെയ്യുക. യുദയായുടെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാതുകൊണ്ട് നമ്മൾ കേട്ടുപോയ ശാപങ്ങൾക്ക്, കേട്ടുപോയ നുണകൾക്ക്, വിശ്വസിച്ചു പോയ നുണകൾക്ക് ഇതാ വചനം നിന്നെ സ്വതന്ത്രമാക്കുന്നു. ജോബിന്റെ പുസ്തകത്തിൽ പറയുന്നു, നാവ് ഭക്ഷണ പദാർത്ഥത്തെ രുചിക്കുന്നത് പോലെ കാത് രുചിക്കുന്നതായിരിക്കണം. നമുക്ക് തെറ്റായത് രുചികരമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, കേട്ടത് ഒരു തഴക്കവും മുറിവും ആന്തരിക വ്യക്തിത്വത്തിൻ്റെ വൈകല്യവുമായി മാറിയെങ്കിൽ ഇതാ തിരുവചനം നിന്നെ ഓർക്കുന്നു. ഞാൻ പറയുന്ന വചനങ്ങളാൽ നീ സൗഖ്യമുള്ളവനായിത്തീരുന്നു. കാതിന് കേൾവിക്കുറവുള്ളവർ, കാതിന് പ്രശ്നമുള്ളവർ, കാതില് ശാപവാക്കുകൾ മറക്കാൻ മേലാത്തവർ, പറഞ്ഞ ദോഷവാക്കുകൾ ഒരിക്കലും വിസ്മരിക്കാൻ മേലാതെ ഇപ്പോഴും ലുത്തിനിയ പോലെ ആവർത്തിച്ച് മനസ്സിൽ ആവർത്തിച്ച് പിശാച് ഓർപ്പിക്കുന്നവരെ ഈശോ ഇപ്പോൾ സ്വതന്ത്രമാക്കുകയാണ്. ഈ വചനം നീ ശ്രദ്ധിക്കുക. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഞാൻ പറഞ്ഞ വചനങ്ങളാൽ നീ ശുദ്ധിയുള്ളവനായിത്തീരുന്നു. വചനം കേൾക്കുമ്പോൾ സൗഖ്യം, വചനം പ്രഘോഷിക്കുന്നത് കേൾക്കുമ്പോൾ, ശ്രവിക്കുമ്പോൾ സൗഖ്യം. സഹോദരങ്ങളെ, നാവ് കൊണ്ട്, അധരം കൊണ്ട്, വാക്ക് കൊണ്ട്, സ്പർശനം കൊണ്ട്, ചുംബനം കൊണ്ട് പാപത്തിൽ വീണുപോയ സഹോദരങ്ങളെ, അധരം കൊണ്ട്, നാവ് കൊണ്ട്, വാ കൊണ്ട് പാപത്തിൽ വീണവർക്ക് അധരം കൊണ്ട് വിളിച്ചു പറയുക, ദാവീദ് പുത്ര യേശുവേ കരുണ തോന്നണമേ. നമുക്ക് ആവർത്തിക്കാം, യേശുവേ ദാവീദ് പുത്ര പാപിയായ എന്നിൽ കനിയണമേ എന്ന് അതേ നാവ് കൊണ്ട് വിളിച്ചപേക്ഷിക്കാം. വ്യഭിചാരിയായിരുന്ന ദാവീദിനെ പിതാവെന്ന് വിളിക്കാൻ മടിക്കാത്തവൻ, കൊലപാതകിയായിരുന്ന ദാവീദിനെ പിതാവെന്ന് വിളിക്കാൻ മടിക്കാത്തവൻ ഇതാ നമ്മുടെ മുമ്പിൽ. ദാവീദ് പുത്ര എന്ന് കരഞ്ഞു വിളിച്ചപ്പോഴൊക്കെ ഹൃദയം മുറുങ്ങി അവനെ തൊട്ട് അല്ലെങ്കിൽ വചനമയച്ച് സുഖപ്പെടുത്തിയ നമ്മുടെ ദൈവം നമ്മുടെ മുമ്പിൽ. നമുക്ക് വിളിക്കാം, ജീസസ് സൺ ഓഫ് ഡേവിഡ് ഹാവ് മെർസി ഓൺ മീ. ദൈവപുത്ര, ദാവീദ് പുത്ര പാപിയായ എന്നിൽ കനിയണമേ എന്ന്. യേശുവേ ഗുരുവേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് ഈ അധരം കൊണ്ട് ഉറക്കെ പറയാം. ഹല്ലേലൂയ. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നീ കർത്താവാണെന്ന് ഉറക്കെ പറയുന്നവന് ഇതാ രക്ഷ സൗജന്യമായി ഇപ്പോൾ തന്നെ, വിടുതൽ ഇപ്പോൾ തന്നെ, സ്വർഗം ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ സ്വാതന്ത്ര്യം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ കരുണ തോന്നണമേ, ദാവീദിൻ പുത്രനാ യേശുവേ കരുണ
ദാവീദിൻ പുത്രനാ യേശുവേ കരുണ തോന്നണമേ. ദാവീദിൻ പുത്രനാ യേശുവേ കരുണ തോന്നണമേ. ലോകപാപം നീക്കും ദൈവമേ ഞങ്ങളിൽ കനിയേണമേ. ഞങ്ങളിൽ കനിയേണമേ. ശ്വാസകോശ സംബന്ധമായ അസുഖം ബാധിച്ചിരിക്കുന്നവരോട് ഈശോയുടെ തിരുവചനം പറയുന്നു, മലാഖി 1:11, എൻ്റെ ജനം കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ സൂര്യോദയം മുതൽ അസ്തമനം വരെ ധൂപകലശങ്ങളോടുകൂടിയ സമ്പൂർണമായ ഒരു ബലി വിശുദ്ധ കുർബാനയെക്കുറിച്ച് പ്രവചിച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, വിശുദ്ധ കുർബാനയിലെ ഈ ധൂപം വീശുന്നതിൻ്റെ ആ പരിമള മണം മൂക്കിലേക്ക് ഇപ്പോൾ തന്നെ ആസ്വദിക്കുക. വിശുദ്ധ കുർബാനയിലെ ധൂപം വീശുന്നതിൻ്റെ മണം നമ്മുടെ ശ്വാസകോശത്തെ, ഈ യേശുവിൻ്റെ ആ പരിമളമായ ആ മണം സഹോദരങ്ങളെ നമ്മുടെ ശ്വാസകോശത്തെയും ഘ്രാണേന്ദ്രിയങ്ങളെയും ഇപ്പോൾ തന്നെ ഹീല് ചെയ്യുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളവർ വിശുദ്ധ ബ്ലൈസിനോട് ചേർന്ന് വിളിച്ചപേക്ഷിക്കുക, യേശുവേ എൻ്റെ ശ്വാസം, യേശുവേ നീ തന്ന ജീവശ്വാസം, എസേക്കിയലിൻ്റെ ആ അസ്ഥിപഞ്ജരത്തിൽ എന്നതുപോലെ ആ എന്നിലേക്ക് നീ ഊതണമേ. നിന്റെ സൗരഭ്യവാസന എൻ്റെ നാസാരന്ധങ്ങളിലേക്ക്, എൻ്റെ ശ്വാസകോശങ്ങളിലേക്ക് ജീവശ്വാസമായി കടന്നു വരണമേ എന്ന് ഉദ്ധിതനായ ക്രിസ്തു ആ ശിഷ്യന്മാരുടെ മുകളിൽ, അവരുടെ മേളിൽ വീണ്ടും ഊതി. യോഹന്നാൻ 20 അവൻ്റെ മേൽ അവർ വീണ്ടും ഊതി. സഹോദരങ്ങളെ, ഈശോ നിന്റെ മേൽ ഊതുന്നു. ജീവശ്വാസം നിനക്ക് തിരിച്ചു തരുന്നു. ജീവനെ നിനക്ക് തിരിച്ചു നൽകുന്നു. നിനക്ക് ശ്വാസം ഇപ്പോൾ സൗഖ്യമാകുന്ന നിമിഷങ്ങളാണ്. ശ്വാസമെടുത്ത്, ശബ്ദമെടുത്ത് ഈശോയെ ഉറക്കെ വിളിക്കാം. ഓ എൻ്റെ കർത്താവേ, ഓ എൻ്റെ യേശുവേ, ഓ എൻ്റെ ദൈവമേ. ഉറക്കെ സ്തുതിക്കാം. യേശുവേ കർത്താവേ, യേശുവേ ദൈവമേ, യേശുവേ എൻ്റെ കർത്താവേ. ഹല്ലേലൂയ. ശ്വാസതടസ്സം ഇപ്പോൾ തന്നെ മാറട്ടെ. ശത്രുവിന്റെ പീഡനങ്ങൾ ഇപ്പോൾ തന്നെ അഴിയട്ടെ. വിശുദ്ധ ബ്ലൈസിന്റെ സത്യത്തിൽ പ്രാർത്ഥിക്കുന്നു. തൊണ്ടയുടെ അസുഖം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. മൃദുവായി നീ തൊടുകിൽ സൗഖ്യം നേടും. ത്വക്ക് സംബന്ധമായ രോഗമുള്ളവര്, ശരീരത്തിലെ പീഡനമുള്ളവര്, ഈശോയെ സ്പർശിച്ച ആ രക്തസ്രാവക്കാരി, അതും വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ സ്പർശിച്ച ആ രക്തസ്രാവക്കാരിക്ക് സൗഖ്യം കിട്ടിയതുപോലെ, ശക്തി കടന്നു വന്നതുപോലെ, ഇതാ വചനം പറയുന്നു, അവൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവരെ സൗഖ്യമാക്കി. സഹോദരങ്ങളെ, ആ രക്തസ്രാവ സ്ത്രീയെപ്പോലെ 13 വർഷമായി രോഗബാധിയായിരുന്നവളെ പോലെ, 18 വർഷമായി കൂനുള്ളവളെ പോലെ, 36 വർഷമായി തളർന്നു കിടക്കുന്നവളെ അവനെ പോലെ കൈനീട്ടി സ്പർശിക്കുവാൻ തയ്യാറാവുക. കൈനീട്ടി ഈശോയുടെ വിശുദ്ധ കുർബാന സ്പർശിക്കുവാൻ തയ്യാറാവുക. വിശ്വാസത്തിൽ തൊടുക. ആ സ്പർശനം, ആ തൊടൽ വിശ്വാസത്തിൽ, ആത്മാവിൽ, ഈ സർക്കാരിൽ കൈ എത്തി തൊടുക. സഹോദരങ്ങളെ, അവനെ തൊട്ടവരും അവൻ തൊട്ടവരും സൗഖ്യമുള്ളവരായി തീർന്നു. ഈശോയെ സ്പർശിച്ചവരും ഈശോ സ്പർശിച്ചവരും സൗഖ്യമുള്ളവരായി തീർന്നു. വിശ്വാസത്തോടെ സ്പർശിച്ചവർ സൗഖ്യമുള്ളവരായി തീർന്നു. നമുക്കും ആ രക്തസ്രാവ സ്ത്രീയെ പോലെ ഉയർപ്പിക്കാൻ പോകുന്ന, മരിച്ചവനെ ഉയർപ്പിക്കാൻ പോകുന്ന രക്തസ്രാവ സ്ത്രീയെ, ആ സ്ത്രീ യേശുവിനെ ഉയർപ്പിക്കാൻ പോകുന്ന യേശുവിനെ വഴിയിൽ വെച്ച് ആ രക്തസ്രാവ സ്ത്രീ ഒന്ന് സ്പർശിച്ചു. ആ തൊങ്ങലില്, ആ വസ്ത്രത്തില് ശക്തി പുറപ്പെട്ട് അവളെ സുഖപ്പെടുത്തി. തൊട്ടവർക്കെല്ലാം സൗഖ്യമുണ്ടായില്ല. വിശ്വാസത്തോടെ തൊട്ട അവൾക്ക് സൗഖ്യമുണ്ടായി. വിശ്വാസത്തോടെ
വിശുദ്ധ കുർബാന ഇനി സ്വീകരിക്കുമ്പോൾ, എൻ്റെ അധരങ്ങളെ സ്പർശിക്കുമ്പോൾ, എൻ്റെ കരങ്ങളെ സ്പർശിക്കുമ്പോൾ ദൈവ മണവാളനെ യേശു ക്രിസ്തുവിനെയാണ് ഞാൻ സ്പർശിക്കുന്നുള്ള ആ ബോധ്യത്തോടെ, ആ വിശ്വാസത്തോടെ തൊടുക. നീ സത്യമായും സൗഖ്യം പ്രാപിക്കും. ആ രക്തസ്രാവപ്രാരിയെ സുഖപ്പെടുത്തിയവൻ ഇതാ നിന്റെ മുമ്പിൽ ഇപ്പോഴിവിടെ. വിശുദ്ധ കുർബാനയില് കാണാൻ മാത്രമല്ല, മണക്കാൻ മാത്രമല്ല, സ്വരം വചനം കേൾക്കാൻ മാത്രമല്ല, സ്പർശിക്കാൻ മാത്രമല്ല. ഒരു സത്യക്രിസ്ത്യാനി ദേവാലയത്തിൽ വരുന്നത് വചനം കേൾക്കാൻ മാത്രമല്ല, വചനം ഭക്ഷിക്കാൻ കൂടിയാണ്. ഇതൊരു വസ്തുവല്ല, ഇതൊരു വ്യക്തിയാണ്, വചനമായ ദൈവം. സഹോദരങ്ങളെ, യൂദാസിനെ പോലെ നമ്മളുടെ പാപത്തിന് നമ്മൾ പരിഹാരം കണ്ടെത്തരുത്. യൂദാസ് ആ പണസഞ്ചി ദേവാലയത്തിൽ പുരോഹിതരുടെ മുമ്പിൽ കൊണ്ട് എറിഞ്ഞു കൊടുക്കാൻ ധൈര്യം കാണിച്ചു. പക്ഷെ ഫലമെന്താണ്? കഴുത്തിന്മേല് കയറ് കെട്ടി ആ കഴുമരത്തിൽ തൂങ്ങിക്കിടന്ന് കറങ്ങാനും മരിക്കാനും, കുടല് പൊട്ടി മരിക്കാനുമുള്ള യോഗ്യത. സഹോദരങ്ങളെ, ആത്മഹത്യക്ക് ചിന്തിക്കുന്നവരോട് പറയുന്നു, നിന്റെ ആത്മാവ് എനിക്ക് വിലപ്പെട്ടവനാണ്, വിലപ്പെട്ടവളാണ്. ഇന്ന് ഈ നൈറ്റ് വിജിൽ കഴിഞ്ഞിട്ട് ആത്മഹത്യക്ക് ചിന്തിക്കുന്ന സഹോദരിയോട് ഈശോ പറയുന്നു, നീ എനിക്ക് പ്രിയങ്കരയും ബഹുമാന്യയുമാണ്. നിന്റെ അമ്മയുടെ ഉദരത്തിലേക്ക് ബീജമായിരുന്നപ്പോഴും നിന്നെ നയിച്ച എൻ്റെ കരങ്ങള്, നിന്റെ പാടെൻ്റെ കരങ്ങളിലുണ്ട്. നിന്നെ സൃഷ്ടിച്ചത് എൻ്റെ കരങ്ങളാണ്. നിന്റെ അച്ച് എൻ്റെ കരങ്ങളാണ്. ഞാനാണ് നിന്റെ കർത്താവ്, ഞാനാണ് നിന്റെ ദൈവം, നിനക്ക് ജീവൻ നൽകുന്ന ദൈവം. ജീവനെ തുടരുത് എന്ന് മകളെ നിന്നോടിപ്പോ പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ നൈറ്റ് വിജിൽ കഴിഞ്ഞിട്ട് മക്കൾക്ക് ഐസ്ക്രീമിൽ വിഷം കൊടുക്കാനായിട്ട് തയ്യാറായിരിക്കുന്ന സഹോദരിയോട് ഈശോ പറയുന്നു, നിന്നെ എൻ്റെ കയ്യില് പച്ച കുത്തിയിട്ടുണ്ട്. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കടബാധ്യതയിലായിരിക്കുന്നവരോട് പറയുന്നു, ദുരിതങ്ങൾ നിനക്ക് ഉപകാരമായിരിക്കുന്നു. നിന്നെ വിളിച്ച വഴികളാണ്, നിനക്ക് സ്വർഗം തുറന്നു തരുന്ന സഹനങ്ങളാണ്. ക്യാൻസർ ആയിരിക്കുന്നവരോട് ഈശോ പറയുന്നു, ഞാൻ അനുവദിച്ചതാണിത്, ഇത് നിന്റെ നന്മയ്ക്കായിട്ടാണ്. ഐസ പ്രവചനം 38:17 വേദനിക്കുന്ന ആ വ്യക്തിയോട് ഈശോ പറയുന്നു, ഈ കഠിന വേദന നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നിന്റെ ആത്മാവിനെ ഐസയ 38:17 വ്യക്തമായിട്ട് കാണിക്കുന്നു. നിന്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക്, നിന്റെ പാപത്തെ ഇതാ ഞാൻ എൻ്റെ പുറകിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ഞാൻ ഒരിക്കലും പുറകോട്ട് പോകുന്ന ദൈവമല്ല. നിന്റെ പാപം എൻ്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞു. സഹോദരി, സഹോദരാ, ഇതാ നിന്നോട് ഐസയ 38:17 ഇപ്പോൾ സംസാരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഈ വേദന നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ കഠിന വേദനയിലൂടെ, ഈ കൈപ്പേറിയ അനുഭവത്തിലൂടെ നിന്നെ കടത്തിവിടുന്നത് നിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മകനെ, ഞാൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ഹൃദയം പറുദീസായാണ്, നിന്റെ കുടുംബം പറുദീസായാണ്, നിന്റെ ജീവിതം സുരക്ഷിതമാണ് എൻ്റെ കയ്യിൽ. നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ടെന്ന് ഈശോ പറയുന്നു. ശുഭകരമായ പ്രത്യാശ നൽകുന്ന പദ്ധതി. ഐ ഹാവ് എ ഫ്യൂച്ചർ ഫോർ യു ഫുൾ ഓഫ് ഹോപ്പ്, എ ബ്ലെസ്ഡ് ഹോപ്പ്. നിനക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ജെറമ്യ 29 നിന്നോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ഭാവി, നിന്റെ നിത്യത എന്നോടൊപ്പമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ വ്യഭിചാരിയെ വിവാഹം ചെയ്ത ഹോസിയ ഞാൻ തന്നെയാണ്. നിന്റെ അവിശ്വസതയെ മാറ്റി നിന്നെ എൻ്റെ ജീവിത പങ്കാളിയാക്കുന്ന എൻ്റെ സ്നേഹം, എൻ്റെ തീരുമാനം, നിന്നെ എന്നിൽ നിന്ന് അകറ്റുവാൻ നിനക്ക് മാത്രമേ കഴിയൂ. സഹോദര, സഹോദരി, അടുത്തു വരിക. നിന്റെ പഞ്ചേന്ദ്രിയങ്ങൾ എന്നിലൂടെ സൗഖ്യമാവുക. പത്രോസിനെ പോലെ കുരുകിക്കരയുക. യൂദാസിനെ പോലെ പരിഹാരം ശ്രമിക്കാൻ നീ ശ്രമിക്കാതിരിക്കുക. ഞാനാണ് നിന്റെ പാപം പേറുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. നീ മരിക്കാതിരിക്കേണ്ടതിന് മരിച്ചവൻ, നീ നിത്യതയിൽ വരേണ്ടതിന് ഉയർത്തവൻ ഞാനാണ്. മരണത്തെ ജയിച്ചവൻ ഞാനാണ്. ഞാനാണ് ജീവനും പുനരുത്ഥാനവും. ഈശോ നിന്നോട് പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപത്തിന്റെ പൊറുതി, ക്ഷമ ഈശോ തരികയാണ്. നിനക്ക് ക്ഷമയുണ്ടാവണം, നീ കാത്തിരിക്കണം. ദാവീദിനോട് ഈശോ പറഞ്ഞില്ല, നിന്നെ ഞാൻ രാജാവാക്കുമെന്ന്.
ഒറ്റയ്ക്കുള്ള നിമിഷങ്ങളിൽ ഒറ്റയ്ക്കാടിൻ്റെ കൂടെ ഇരുന്നപ്പോൾ ഈ കവണ ഉപയോഗിച്ചപ്പോൾ, കല്ലും കവണയും പ്രാക്ടീസ് ചെയ്തപ്പോൾ ദാവീദിനോട് പറഞ്ഞില്ല, നിന്നെ ഞാൻ ഇസ്രായേലിൻ്റെ രാജാവാക്കുമെന്ന്. ജോസഫ് 13 വർഷം ജയിലിൽ കിടന്നപ്പോൾ പറഞ്ഞില്ല. സഹോദരൻ കുഴിയിൽ തള്ളിയിട്ടപ്പോൾ പറഞ്ഞില്ല. സഹോദരങ്ങൾ നിന്നെ അടിമയായി വിറ്റപ്പോൾ പറഞ്ഞില്ല. പോത്തിഫറിൻ്റെ ഭാര്യയുടെ പിടിയിൽ നിന്ന് നീ വിട്ടോടിയത് എനിക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാൻ കണ്ടു. നീ എന്നെ മാനിച്ചവനാണ്. വീണ ദാവീദിനെ രക്ഷിച്ചവനും മാനിച്ച നിന്നെ സ്നേഹിക്കുന്നവനും ഞാൻ തന്നെ. നീയും എൻ്റെ ജോസഫാണ്, നീയും എൻ്റെ ദാവീദാണ്, എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവൻ നീയാണ്, നിൻ്റെ സൃഷ്ടിതാവ് ഞാനാണെന്ന് ഈശോ പറയുന്നു. മകനെ, മകളെ, കാൽവറിയിലേക്കുള്ള എൻ്റെ യാത്രയിൽ ഞാൻ വഹിച്ചത് മരക്കുരിശല്ല, നിന്നെയാണെന്നാണ് ഈശോ പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ആയിരുന്നു എൻ്റെ തോളിൽ. കുറേനക്കാരൻ ശിമയോൻ എന്നെ സഹായിച്ചപ്പോഴും ഞാൻ നിന്നെ വിട്ടുകൊടുത്തില്ല. ഇതാ എൻ്റെ കുരിശ് വഹിക്കാൻ എന്നെ സഹായിച്ചവൻ്റെ മകൻ റോപ്പാസിനെയും അലക്സാണ്ടറിനെയും ആ കാലഘട്ടത്തിൻ്റെ വിശുദ്ധരാക്കി മാറ്റിയതും ഞാൻ തന്നെ. എന്നോടൊപ്പം നിന്റെ കുരിശ് വഹിച്ച് നീ എന്നെ അനുഗമിക്കുമ്പോൾ, എൻ്റെ കുരിശ് വഹിക്കാൻ നീ എന്നെ സഹായിക്കുമ്പോൾ, നിന്റെ മക്കളെ അലക്സാണ്ടറും ജോപ്പാസുമാക്കുന്നത് ഞാൻ തന്നെയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹനങ്ങളിൽ പിറുപിറുക്കരുതെന്ന് ഈശോ പറയുന്നു. നിന്റെ രോഗങ്ങളിൽ പിറുപിറുക്കരുത് എന്ന് ഈശോ പറയുന്നു. നിന്റെ അനുഗ്രഹം കാക്ക കൊത്തിക്കളയരുതെന്ന് ഈശോ പറയുന്നു. ഇതാ ഒരുപാട് കാക്ക വന്ന് അനുഗ്രഹങ്ങളെ കൊത്തിത്തിന്നതായി ഈശോ കാണിക്കുന്നു. ശവം തിന്നാൻ വരുന്ന കാക്ക നിന്റെ അനുഗ്രഹങ്ങളെ തിന്നുകളയുന്നു. നിന്റെ അനുഗ്രഹങ്ങളെ നീ സൂക്ഷിക്കുക, നിന്റെ ഹൃദയത്തിൽ ജ്ഞാനമായിട്ട് പങ്കിടുക. വിശുദ്ധ ജമാ ഗൽഗാണി ഇങ്ങനെ പറഞ്ഞു. 13 വയസ്സുള്ള ജമാ ഗൽഗാണി ഒരു തീരുമാനമെടുത്തു. ഇനി മുതൽ ഞാൻ മനുഷ്യനോട് സംസാരിക്കില്ല. ദേവാലയത്തിൽ ഈശോയുടെ മുമ്പിൽ എൻ്റെ കർത്താവിനോടായിരിക്കും ഞാൻ ഇനി പരിഭവം പറയുക. മനുഷ്യനോട് പറയുന്നത് പരിഭവമെങ്കിൽ ഈശോയോട് പറയുന്നത് പ്രാർത്ഥനയെന്ന് ഈശോ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മകനെ, മകളെ, നിന്റെ ഭാരവുമായി എൻ്റെ അടുത്തേക്ക് വരിക. ഞാൻ നിന്നെ എൻ്റെ മുഖം വഹിക്കാൻ പഠിപ്പിക്കാം. അത് ലഘുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ കാലത്തെ കുരിശുകളെ നീ ഉപേക്ഷിക്കുക. നീ അത് ചുമ്മേണ്ടതില്ല. ഇന്ന് നിനക്ക് അനുവദിച്ചിരിക്കുന്ന കുരിശ് എടുത്തുകൊണ്ട് നീ എന്നെ അനുഗമിക്കുക. നാളത്തെ കുരിശിനെ കുറിച്ച് നീ ഭയപ്പെടരുത്. ഭയമെന്നത് വിശ്വാസത്തിന് എതിരാണെന്ന് ഈശോ ഇന്ന് നമ്മളോട് പറയുന്നു. ഭയമെന്നത് വിശ്വാസത്തിനെതിരാണ്. മഗ്ദലന മറിയവും മറ്റു മറിയന്മാരും ആ കല്ലറയിലേക്ക് ഓടി. മാറ്റിയ കല്ല് ആര് മാറ്റുമെന്നോർത്ത്, ഇല്ലാത്തതിനെ ഉണ്ടെന്നോർത്ത് ഭയപ്പെടുന്നതാണ് ഒരു മിഥ്യ. ഫിയർ, FEAR. അതിൻ്റെ അർത്ഥം, ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ഇങ്ങനെയാണ്: ഫോൾസ് എവിഡൻസ് അപ്പിയറിംഗ് റിയൽ. ഫോൾസ് എവിഡൻസ് അപ്പിയറിംഗ് റിയൽ. രാവും പകലും പത്രോസും കൂട്ടരും മീൻ പിടിച്ചിട്ടൊന്നും കിട്ടിയില്ല. പ്രാതലമായി കരയ്ക്ക് കാത്തിരിക്കുന്നവൻ, ചുട്ട മീനുമായി കരയ്ക്ക് കാത്തിരിക്കുന്നവൻ ഇതാ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, വിശ്വാസത്തിൻ്റെ കണ്ണു തുറന്ന് നമുക്ക് പാപമോചനത്തിനായി, ക്ഷമയ്ക്കായി, കാരുണ്യത്തിനായി ഒരിക്കൽ കൂടെ യേശുവിനെ വിളിച്ചപേക്ഷിക്കാം. ഒരു വചനം പറയുന്നു, അവനെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് പരിക്തിത്തനായത്? എന്നെ ആശ്രയിച്ചിട്ട് ആരാണ് പദ്മാശനായത്? പ്രഭാഷകനിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണ തോന്നണമേ നാഥ, കരുണ തോന്നണേ നാഥ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ നാഥ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ നാഥ, അലിവു തോന്നണേ. പാപിയാണു
ആശീർവാദത്തിനായി ഒരുങ്ങാം. ആന്തരികങ്ങളെയും മനസ്സാക്ഷിയെയും നമ്മുടെ പേടിപ്പിക്കുന്ന ഓർമ്മകളെയും ഈശോയുടെ ഈ ബലിപീഠത്തിൽ സമർപ്പിക്കാം. നമുക്ക് ആ ഫാത്തിമയിലെ ജസീന്തായോടും മാലാഖമാരോടും ചേർന്ന് ഉറക്ക മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഈശോയെ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങനെ ആശ്രയിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു എന്ന് മനസ്സിൽ കുമ്പിട്ടുകൊണ്ട് പറയാം. ഉള്ളിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, യേശുനാമം, യേശുനാമം, യേശുനാമം. ആന്തരികേന്ദ്രിയങ്ങളെ സുഖപ്പെടുത്തുന്ന രോഗം നിർമ്മാർജ്ജനം ആരാധന 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.